ഹായ് ഫ്രണ്ട്സ്, വിയസ് വേൾഡിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബാങ്കൺ ഭർത്തയാണ്. ബാങ്കൺ കാ ഭർത്ത എന്നും പറയും, സ്മോക്കി ബാങ്കൺ ഫ്രൈ എന്നും ഇതിനെ പറയും. ഇത് നിങ്ങൾക്ക് റൊട്ടി, ഫുൾക്ക, പറാത്ത, റൈസ് എന്നിവയ്ക്കൊപ്പം ഒരു നല്ല സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്നതാണ്. നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ആദ്യമായി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത്, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിയില കട്ട് ചെയ്ത്, പിന്നെ വെളുത്തുള്ളിയുടെ അല്ലി തോല് കളഞ്ഞത്, പിന്നെ വേണ്ടത് പച്ചമല്ലിപ്പൊടി, ഗരം മസാല, ജീരകം, ഉപ്പ്, മുളക് പൊടി, തക്കാളി ഒരെണ്ണം, എണ്ണ, വഴുതനങ്ങ 2 എണ്ണം, വലുതും ചെറുതും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ബാങ്കൺ, നമ്മൾ ബാങ്കൺ കാ ഭർത്ത ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ബാങ്കൺ. ആദ്യമായി വഴുതനങ്ങ എടുത്തിട്ട് അതിൽ ഒരു പ്ലസ് മാതിരി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഓരോ വെളുത്തുള്ളിയുടെ അല്ലി ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതിലോട്ട് വെളുത്തുള്ളി അല്ലി ഇങ്ങനെ തിരികെ കൊടുക്കണം, നന്നായിട്ട് അകത്തോട്ട് തിരികെ കൊടുക്കണം. ഈ വഴുതനങ്ങ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലിക്കും കിട്ടും. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഈ വഴുതനങ്ങയിൽ ഞാനൊരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി തിരികെ കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പ്ലസ് എന്ന ഷേപ്പിൽ കത്തിയും കൊണ്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ വെളുത്തുള്ളിയുടെ അല്ലി തിരികെ വയ്ക്കാം. വെളുത്തുള്ളിയുടെ അല്ലി തിരികെ വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഈ വഴുതനങ്ങ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ പുറത്തത്തെ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ കൊണ്ട് ഗ്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വഴുതനങ്ങ ചുട്ടെടുക്കാം. വഴുതനങ്ങ ഗ്രീസ് ചെയ്തിട്ട് ഇതങ്ങനെ വെച്ച് എല്ലാ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് ഒന്ന് പൊള്ളിച്ചെടുക്കാം. വഴുതനങ്ങ ചുട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് നിൽക്കുന്നുണ്ടാവും പുറത്തത്തെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി കളയാം. അപ്പോഴേക്കും ഒരു പാൻ എടുത്ത് അതിൽ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് 1 സ്പൂൺ ജീരകം ഫ്രൈ ചെയ്യാം. 1 സ്പൂൺ ജീരകം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ജീരകത്തിൻ്റെ ഒരു നല്ല മണവും ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം. ഏകദേശം മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു റോ സ്മെൽ പോകുകയേ വേണ്ടുള്ളൂ. അതിന് ശേഷം അതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സൈസ് ഉള്ളി കട്ട് ചെയ്ത് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാതെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളി ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു വലിയ ടൊമാറ്റോ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൊമാറ്റോ കുക്കാവാൻ ഏകദേശം ഒരു 4 മിനിറ്റ്സ് വേണം. അപ്പോഴേക്കും നമുക്ക് ഈ വഴുതനങ്ങയുടെ തൊലി കളയാം. ഇങ്ങനെയാണ് കളയേണ്ടത്. തൊലി വളരെ എളുപ്പമാണ്. നമ്മൾ എണ്ണ കൊണ്ട് ഗ്രീസ് ചെയ്തത് കാരണം തൊലി കളയാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ തൊലി കളഞ്ഞ് നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് തൊലി കളഞ്ഞതിന് ശേഷം ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഞെട്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാവശ്യമില്ല. അതിന് ശേഷം നമുക്ക് ഈ വഴുതനങ്ങ സ്പൂണോ ഫോർക്കോ നൈഫോ വല്ലതും യൂസ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയോ വേണം. ജസ്റ്റ് ഇത് മാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സോഫ്റ്റായിട്ടുണ്ട് നമ്മളുടെ വഴുതനങ്ങ കുക്കായിട്ട്. ഇവിടെ ഏകദേശം നമ്മുടെ ടൊമാറ്റോ കുക്കായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം പച്ചമല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. മുളക് പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പൊള്ളിച്ച വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊള്ളിച്ച വഴുതനങ്ങ ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഒന്ന് സ്റ്റെയർ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇതൊന്ന് അടച്ച് വെച്ച്, നിങ്ങൾക്ക് അടച്ചിട്ടും തുറന്നിട്ടും ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം അതിലോട്ട് നമ്മൾ ഗരം മസാല
ഏകദേശം ഒരു ഹാഫ് സ്പൂൺ ഗരം മസാല ഉണ്ട്, അതിട്ടൊന്ന് നന്നായി ഇളക്കുക. 1 മിനിറ്റ്, ഏകദേശം 1 മിനിറ്റോളം ഗരം മസാല ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാംഗൺ കാ ഭർത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാംഗൺ കാ ഭർത്ത റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ കുക്കിംഗ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.